ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മുടെ USSൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ USS എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രതീക്ഷിച്ച പോലെ അത്ര ടഫൊന്നും ആയിരുന്നില്ല. എക്സാം വളരെ ഈസി ആയിരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് USSൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എയിലെ ഇംഗ്ലീഷ് 1 to 15 ക്വസ്റ്റ്യൻ. Question 1 to 4. Read the following passage and answer the questions that follow by choosing the right answer from the options given along with each question. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. ആസ് ദ സൺ റോസ് ഓവർ ദ ഫീൽഡ്സ് എ ടൈനി സീഡ് ലേ ഹിഡൻ ബിനീത്ത് ദ സോയിൽ. It was a small brown seed, no bigger than a grain of rice. But inside that tiny seed, a miracle was waiting to happen. The seed had been planted by a farmer who had carefully dug a small hole and placed the seed inside. He had covered it with soil and watered it gently. Now the seed was beginning to feel the warmth of the sun and the coolness of the water. Slowly but surely, the seed began to sprout. A tiny white root grew downward, deep into the soil, while a small green stem grew upward, reaching for sunlight. As the days passed, the stem grew taller and stronger, and the root grew deeper and more secure. Finally, the day arrived when the seedling was ready to bloom. A beautiful yellow flower burst forth from the stem, filling the air with its sweet fragrance. So the farmer smiled with joy as he saw the flower, knowing that his hard work had paid off. സോ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ്. ഒരു ഫാർമർ ഒരു സീഡ് ഇട്ട് കഴിഞ്ഞ് അത് ഒരു ഫ്ലവറായി വരുന്നത് വരെയുള്ള അതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാരഗ്രാഫ് വിച്ച് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഫോൾ സ്മെൽ. അതായത് കൊള്ളില്ലാത്ത മണത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ ഏതാണ് പാരഗ്രാഫിൽ ആകെ ഒരു വേർഡ് മാത്രം മണം സ്മെല്ലുമായിട്ട് യൂസ് ചെയ്തത് ഉള്ളൂ. അത് ഏതാണ്? ഫ്രാഗ്രൻസ് എന്നുള്ളതാണ്. വാംത്ത് അല്ല, ജോയ് അല്ല, സ്വീറ്റ്നെസ് അല്ല. ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫാർമർ ഫീൽ വെൻ ഹി സോ ദ ഫ്ലവർ. ഫ്ലവർ കണ്ടപ്പോൾ ഫാർമറിന് ഉണ്ടായ ഇമോഷൻ എന്താണ്? പിന്നെയും പാരഗ്രാഫിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല, നമുക്ക് തന്നെ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഹാപ്പി. ഡൗട്ടുള്ളവർക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് ഒന്ന് പോയാൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ദ ഫാർമർ സ്മൈൽഡ് വിത്ത് ജോയ് ആസ് ഹി സോ ദ ഫ്ലവർ. ജോയ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഹാപ്പിനെസ് തന്നെയാണ്. സോ മൂന്നാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ടൈനി സീഡ് ലൈ ഹിഡൻ. എവിടെയാണ് മറഞ്ഞു കിടന്നത്? സോയിലാണ് അല്ലേ? സോയിലാണ് കറക്റ്റ് ആൻസർ. സോ ഫോർത്ത് വൺ, വാട്ട് മിറക്കിൾ വാസ് വെയിറ്റിംഗ് ടു ഹാപ്പൻ ഇൻസൈഡ് ദ സീഡ്. സീഡിൻ്റെ ഉള്ളിൽ സംഭവിച്ച മിറക്കിൾ എന്താണ്? അത്ഭുതം എന്താണ്? സ്പോട്ട്, അതിങ്ങനെ മുളച്ച് വരിക എന്നുള്ളതാണ്. സോ 5th to 12th question, pick out the right answer from the options given below. If I dash the lottery, I would buy a new house. ഇവിടെ if ക്ലോസ് ആണ്, നമുക്ക് കാണാം മെയിൻ ക്ലോസിൽ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. വോൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 6th question, the woman dash designed this building is very talented. നമ്മുടെ റിലേറ്റീവ് പ്രോണോൺ ആണ്. ഹു എന്നുള്ളതാണ് ആൻസർ. സോ 7th വൺ, ഹിസ് പെർഫോമൻസ് വാസ് ഇംപ്രസീവ് though he had been trained only dash 6 months. For 6 months. കറക്റ്റ് പ്രപ്പോസിഷൻ വരുന്നത് 4 എന്നുള്ളതാണ്. It is very interesting to watch the dash of fish swimming in the sea. സ്കൂൾ ഓഫ് ഫിഷ് ആണ്, അതായത് കളക്റ്റീവ് നൗൺ ഓഫ് ഫിഷ് എന്ന് പറയുന്നത് സ്കൂളാണ്. സോ 9th വൺ, വി ഷുഡ് നോട്ട് ത്രൂ എനിത്തിങ് ഡാഷ് ദ വിൻഡോ. പ്രിപ്പോസിഷനാണ്. ത്രൂ വിൻഡോ എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. സോ റിക്വസ്റ്റ് ആണ്. ഡാഷ് യു പാസ് മീ ദ സാൾട്ട് പ്ലീസ്. കുഡ് യു, ഹാവ് യു വരില്ല, ഷുഡ് വരില്ല, വെന്ന് വരില്ല. കുഡ് യു പ്ലീസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 11th വൺ, ഹി ഡിസൈഡഡ് ടു ഗീവ് അപ്പ് സ്മോക്കിംഗ് ടു ഫീൽ മച്ച് ഹെൽത്തിയർ. വാട്ട് ഡസ് ഗീവ് അപ്പ് മീൻ ഇൻ ദിസ് സെൻറ്റൻസ്. ആ ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? സെൻറ്റൻസ് കറക്റ്റായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടല്ല, കണ്ടിന്യൂ അല്ല,
റെഡ്യൂസ് അല്ല, സ്റ്റോപ്പാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 12th question, ഷീ ഈസ് ഡാഷ് ക്ലവർ ആസ് ഹർ ബ്രദർ. മച്ച് ക്ലവർ ആസ് വരില്ല, മോർ ക്ലവർ ആസ് വരില്ല, ആസ് ക്ലവർ ആസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് 13 തൊട്ട് 15 വരെ വരുന്ന ക്വസ്റ്റ്യൻ്റെ പോയം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ ലൈൻസ് ടേക്കൻ ഫ്രം ദ പോയം എ ബേർഡ് കെയിം ഡൗൺ ദ വർക്ക് ബൈ എമിലി ഡിക്കിൻസൺ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ചൂസിങ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ. A bird came down the walk. He did not know I saw. He bit a angleworm in house and ate the fellow raw. And then he drank a dew from a convenient grass and then hopped sidewise to the wall to let a beetle pass. He glanced with rapid eyes that hurried all abroad. They looked like frightened birds. I thought he straightened his velvet head. So, how does the bird behave toward the beetle? It ignores the beetle completely. It lets the beetle go. It tries to eat the beetle. It attacks the beetle. Correct answer എന്താണ്? ആൻസർ വരുന്നത് it lets the beetle go. 14th one, what poetry device is used in the line he straightened his velvet head? മോസ്റ്റ് പ്രോബബിളി അത് വരിക അലിട്രേഷൻ ആണ്. ഇതിൽ വവൽ സൗണ്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു അസോണൻസ് ആണോ അലിട്രേഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക. പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അലിട്രേഷൻ ആണ്. സോ 15th question, ഹൗ ഡസ് ദ സ്പീക്കർ ഒബ്സർവ് ദ ബേർഡ്? ഫ്രം എ ഡിസ്റ്റൻസ്, അൺനോട്ടീസ്ഡ് ബൈ ദ ബേർഡ്, ലുക്കിംഗ് ഡയറക്ട്ലി അറ്റ് ദ ബേർഡ്, സ്റ്റാൻഡിങ് നിയർ ദ വാൾ, ബൈ ഫോളോയിങ് ഇറ്റ് ക്ലോസ്ലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രം എ ഡിസ്റ്റൻസ് അൺനോട്ടീസ്ഡ് ബൈ ദ ബേർഡ്. സോ ഇംഗ്ലീഷിൻ്റെ USSൻ്റെ ക്വസ്റ്റ്യൻസ് 15 എണ്ണവും ഷുവറായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്